അബ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്രയും ഒപ്പം രാജ്യസഭാ മെമ്പറുമായ രാഘവ് ചട്ടയുടെയുമുള്ള ആരോപണം ഇവർ രണ്ടുപേരും ഫാൾസ് പ്രിസെപ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, ജനങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഘവ് ചഡ്ഡ മാറിയിരിക്കുന്നു എന്ന്. മുമ്പൊക്കെ ഇദ്ദേഹം പറയുമായിരുന്നു കേജ്രിവാൾ എന്റെ ഹീറോ ആണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാണെന്ന്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഹീറോയിൻ മാത്രമേ ഉള്ളൂ. താങ്കൾ മാഡത്തിന്റെ ഫാനായി മാറിയത്. സാർ, രാഷ്ട്രീയ ജീവിതം നോക്കുകയാണെങ്കിൽ ഇവർ ലീഡ് റോളിലും ഞാൻ സപ്പോർട്ടിംഗ് റോളിലാണുള്ളത്. പിന്നെ ഞങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇവർ എന്റെ ഹീറോയിൻ, ഞാൻ സപ്പോർട്ടിംഗ് റോൾ. ഇല്ല, ഇദ്ദേഹമാണ് എന്റെ ഹീറോ. സാർ ഇത് നോക്കൂ. നോ യാ, യു ആർ മൈ ഹീറോ. സാർ, രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാജ്യത്തിന് വേണ്ടിയാണ്. പരിണീതി എന്റെ മനസ്സിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് രണ്ടും തന്നെ അതിന്റെ കൃത്യമായ സ്ഥാനത്ത് തന്നെയുണ്ട്. ഇന്നൊരു നല്ല കാര്യം നടക്കുന്നുണ്ട് സർ. താങ്കൾ കാരണം ഇന്ന് നിറയെ റൊമാൻറ്റിക് ലൈൻ കിട്ടുന്നു എനിക്ക്. നാളെ തൊട്ട് ഇത് കിട്ടാൻ പാടായിരിക്കും. ക്യാമറകളും ഉണ്ടല്ലേ? അതെ സാർ, വീട്ടിൽ ഇതുപോലെ റൊമാൻസ് ആയിട്ട് ഇദ്ദേഹം സംസാരിക്കാറില്ല. എപ്പോഴൊക്കെയാണോ നിനക്ക് റൊമാൻറ്റിക് ലൈൻസ് ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ഞാൻ ഈ ഷോയുടെ വീഡിയോ നിനക്ക് അയക്കാം. അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പഞ്ചാബിൽ ഇദ്ദേഹം ഒരു പാട്ട് പാടിയിരുന്നു, കേജ്രിവാളിന് ഒരു ചാൻസ് കൊടുക്കാൻ. അതെ, ഒരാൾ എനിക്ക് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാ പരിണിതിയോടൊപ്പം ഒരു ചാൻസ് കിട്ടിയാൽ മതിയെന്ന്. ചാൻസ് പരിണിതിയോട് കൂടെ ഒരു ചാൻസ് കിട്ടാനോ? ഇല്ലില്ല, ലൈഫ് ലോങ് ചാൻസ്. ലൈഫ് ലോങ് ചാൻസോ? ഇൻഫാക്ട് എനിക്കാണ് നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നടന്നു കഴിഞ്ഞിരുന്നു. എന്നോട് എല്ലാരും എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യയിലുള്ള എല്ലാരെക്കാളും എലിജിബിൾ ബാച്ചിലറെയാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്, അദ്ദേഹത്തിനല്ല. താങ്കൾക്ക് ഇങ്ങനെ തന്നെയാണോ തോന്നുന്നത്? ഏത് എലിജിബിൾ ബാച്ചിലറിനെ വിവാഹം കഴിച്ചുവോ അതെ, അദ്ദേഹത്തിന്റെ പക്കലാണ് മൊത്തം പഞ്ചാബ് സർക്കാരിന്റെയും താക്കോലുള്ളതെന്ന്? ഓ, ഈ ചോദ്യത്തിന് ഇദ്ദേഹമാണ് ആൻസർ തരാൻ നല്ലത്. ഞാൻ ഇതിനുത്തരം നൽകില്ല. താങ്കൾ അതുപോലെ പറഞ്ഞോളൂ. ഒന്നും തന്നെ ഇല്ല സാർ. അതായത് ഞങ്ങളുടെ പഞ്ചാബ് കുടുംബം വളരെ സന്തോഷമുള്ള ഒന്നാണ് സാർ. ദയവ് ചെയ്ത് അതിൽ കലാപം ഉണ്ടാക്കാൻ നോക്കരുത്. ഞാൻ കലാപമൊന്നും ഉണ്ടാക്കിയില്ല. രാഹുൽ ഗാന്ധിയാണ് പഞ്ചാബ് ക്യാമ്പയിനിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത്. പഞ്ചാബ് ഗവൺമെന്റ് റിമോട്ട് കൺട്രോൾ ഭരണത്തിൽ നടക്കുന്നുവെന്ന്. ആ റിമോട്ട് കൺട്രോളിന്റെ അർത്ഥം ആർ സി എന്ന് വെച്ചാൽ രാഘവ് ചട്ടയാണെന്ന്. സാർ, പഞ്ചാബ് റിമോട്ട് കൺട്രോളിൽ ഓടും, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ റിമോട്ട് കൺട്രോൾ പഞ്ചാബിലെ ജനങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അവർക്ക് എപ്പോഴാണോ ചാനൽ മാറ്റേണ്ടത് അവർ അപ്പോഴൊക്കെ ചാനൽ മാറ്റും. പക്ഷെ അവർ പെർമനന്റ് ആയിട്ട് ഒരു ചാനൽ തിരഞ്ഞെടുക്കുകയാണ്, ആം ആദ്മി പാർട്ടി. അതിനെ എല്ലാ കാലത്തേക്കും അവർ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും സാർ. അതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പാർട്ടി എനിക്ക് എന്തൊക്കെ ചുമതലകൾ നൽകുന്നുവോ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. പാർട്ടി എനിക്ക് പഞ്ചാബിൽ അഡ്വൈസറായിട്ടുള്ള ഒരു പണിയാണ് തന്നിരിക്കുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യും. എൻ്റെ സഹോദരനും കൂടിയായ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ കൂടെ ഞാൻ ആ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ വളരെ നല്ലൊരു ബന്ധം തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ മൂത്ത സഹോദരനാണ്, അതെന്നും അങ്ങനെയാണ്. പിന്നെ ഇതും ഒരു കോയിൻസിഡൻസ് ആണ്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സുഹൃത്ത് ആം ആദ്മി പാർട്ടിയിൽ അത് ഞാനായിരുന്നു. അദ്ദേഹം 2014 പാർട്ടിയിൽ ജോയിൻ ചെയ്തവരാണ്. അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ആരുടെയെങ്കിലും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ കൂടെ മാത്രമായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ MP കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ലോക്സഭയിൽ പോവും, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കും. അതിലൂടെ ഞങ്ങൾക്കിടയിൽ ഒരു വലിയ ബന്ധം ഉണ്ടായിട്ടുണ്ട് സാർ. ഞാൻ പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കല്യാണം പോലും നോക്കി നടത്തിയത് ഞാനായിരുന്നു. പക്ഷേ പ്രതിപക്ഷം, പിന്നെ രാഹുൽ ഗാന്ധി, മറ്റുള്ള നേതാക്കന്മാർ, ഇവർക്ക് ഈയൊരു ശ്രമം കൂടി നടത്തായിരുന്നു. അതായത് ഈ കുടുംബത്തിൽ ഒരു വലിയ വിഭജനം ഉണ്ടാക്കിയിട്ട് അകാലിദൾ നേതാവായ ജൽജിത് സിംഗ് സീമ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, പഞ്ചാബിൽ കേജ്രിവാൾ ഒരു സൂപ്പർ CM-നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്. പഞ്ചാബിൽ സാർ, ഞാൻ പഞ്ചാബിന്റെ സൂപ്പർ സേവകനാണ്, ഒരിക്കലും സൂപ്പർ CM അല്ല. പിന്നെ ഞങ്ങൾ എപ്പോൾ ഒന്നിച്ചിരുന്നാലും പഞ്ചാബിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ സാർ. ആളുകളെ പറ്റിയും അവരുടെ ചുമതലകളെ പറ്റിയുമൊക്കെ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. ഞങ്ങൾ പഞ്ചാബിലെ യുവാക്കൾ മുതൽ പഞ്ചാബിലെ കർഷകർ വരെ എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവർക്കും തൊഴിൽ നൽകുന്നുണ്ട്. അമരേന്ദർ സിംഗ് നേരത്തെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എല്ലാ ഫയലുകളും താങ്കളാണ് ക്ലിയർ ചെയ്തതെന്ന്. ഭഗവൻ മാൻ വെറും സൈൻ മാത്രമേ ചെയ്യാറുള്ളൂ. സാർ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഫയൽസ് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ അത് നടന്നിരുന്നില്ല സാർ. സാർ, അത് ആ കാലഘട്ടത്തിലെ അവസ്ഥയാണ്. അത് അകാലിദളായിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സർക്കാർ ആയിരിക്കാം. ഇപ്പോൾ നല്ല ഭരണം തന്നെയാണ് നടക്കുന്നത് സാർ. ബഹുമാന്യനായ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല ഭരണം നടക്കുന്നുണ്ട് സാർ. പിന്നെ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ കേട്ടത് ചേട്ടത്തി അംബാലയിൽ മത്സരിക്കുമെന്നായിരുന്നു. സാർ, ഇത് സത്യമാണ് സാർ. ഇതുപോലുള്ള ഒരുപാട് കഥകൾ വന്നിരുന്നു.
അതായത് ഇദ്ദേഹം ചണ്ഡീഗഡിൽ മത്സരിക്കാം അല്ലെങ്കിൽ അംബാലയിൽ മത്സരിക്കാം എന്നൊക്കെ. എനിക്ക് ഇതിനെപ്പറ്റി എന്താ തോന്നുന്നതെന്ന് വെച്ചാ, ഒരു രാഷ്ട്രീയ നേതാവിനും പിന്നെ ഒരു നടിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള റൂമേഴ്സൊക്കെ ഒരുപാട് വരും. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കറിയാവുന്നിടത്തോളം ഇവർക്ക് പൊളിറ്റിക്സിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എങ്ങനെയാ ഇവർ മത്സരിക്കാൻ പോകുന്നത്, നിങ്ങൾ തന്നെ പറ. ഇൻഫാക്ട് ഞാൻ ആ ആർട്ടിക്കിൾ കണ്ടപ്പോൾ ആദ്യം ഇവർക്ക് തന്നെ അത് അയച്ചു കൊടുത്തത്. ഇവര് അത് കണ്ടിട്ട് തന്നെ ഒരുപാട് കളിയാക്കി. ഞങ്ങൾ ആ ആർട്ടിക്കിൾ കണ്ടിട്ട് ഒരുപാട് നേരം ചിരിച്ചു. ഇതാണ് വ്യാജ വാർത്തകളുടെ കാര്യം. അതാരെങ്കിലും ഉണ്ടാക്കിയാൽ മതി, എല്ലാവരിലേക്കും വേഗത്തിൽ ചെന്നെത്തും. താങ്കൾക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലേ? സർ, താങ്കൾ ചോദ്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. ഇല്ല, ചോദിക്കില്ല. ടെസ്റ്റ് ഒന്നും വെക്കില്ലല്ലോ. തീർച്ചയായിട്ടും ചോദിക്കില്ല. സാർ, എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്നും അറിയില്ലെന്നും പറയില്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും പറയില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഇൻഫാക്ട് എന്നോട് പേഴ്സണാലിറ്റി എന്താണെന്ന് വെച്ചാ, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? പിന്നീട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരും. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ എക്സ്പെർട്ട് ആയി അതെ, മാറും. ഇത് സത്യമാണ്. ഇവരുടെ ഈ ഒരു കാര്യം കണ്ടിട്ട് ഞാൻ വളരെ സർപ്രൈസ് ആയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഇവർക്ക് നാസയുടെ ഓപ്പറേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഒരു ഭക്ഷണത്തിന്റെ റെസിപ്പിയെ പറ്റിയും അതിലെന്തൊക്കെ കൂടുതലുണ്ട് കുറവുണ്ട് ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവർക്ക് എല്ലാ സബ്ജക്റ്റുകളിലും നല്ല നോളജ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് പോലും അറിയില്ല. എനിക്ക് ബോറടിച്ച But- എന്തെന്നറിയോ? ഉടനെ തന്നെ യൂട്യൂബ് പോയി അതിനകത്ത് സെർച്ച് ചെയ്ത് സർജറി എങ്ങനെ നടത്തുമെന്ന് നോക്കും. എനിക്ക് എത്രത്തോളം വേരിയന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചാ, ഞാൻ എല്ലാത്തിലും എക്സ്പെർട്ട് ആവണമെന്ന് ആഗ്രഹിക്കും. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു കാര്യമാണ്, അതായത് രാഷ്ട്രീയം. സാർ, പക്ഷേ പൊളിറ്റിക്സ് ഇപ്പം ഞാൻ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ എല്ലാം സെർച്ച് ചെയ്ത് അതിൽ എക്സ്പെർട്ട് ആണോ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കും. പക്ഷേ കളത്തിലേക്ക് ഇറങ്ങാൻ മടിയാണ് സാർ. ഞാൻ വിചാരിക്കുന്നു വീട്ടില് ഒരു രാഷ്ട്രീയക്കാരൻ മതിയെന്ന്. ഒരുവരക്കകത്ത് ഒരു കത്തി ഉണ്ടാവാൻ പാടില്ല. അത് ശരിയാണ്. പൊളിറ്റിക്സിൽ ഇവർക്ക് താല്പര്യം ഇല്ലാതിരിക്കാം, പക്ഷേ പൊളിറ്റീഷ്യനോട് ഇവർക്ക് താല്പര്യം ഉണ്ടായേ തീരുള്ളൂ, അതും മതി. അല്ലെങ്കിൽ ശരിയാവില്ല. സോ സ്വീറ്റ്. ഇപ്പൊ ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. ഫൈനൽ റൗണ്ട് ആണ്. രാഘവ് സർ, ഞാൻ എന്താ അറിയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാ, ഇതിനു മുമ്പ് അമ്മയുടെ വഴക്ക് മാത്രം കേട്ടാ മതി, പക്ഷെ ഇപ്പോ പന്നതി മാമിന്റെ വഴക്കൂടി കേൾക്കാന്ന് കേട്ടല്ലോ. സാർ, ഇന്ന് എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. നോക്കൂ, അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവര് ഇതുവരെ ഞങ്ങളെ എനിക്കിപ്പോൾ 36 വയസ്സായി, പക്ഷേ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം തരികയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുടി ചീകി തന്നിട്ടില്ല. ഇതുപോലെയൊന്നും അമ്മ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അവരെന്നെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. അതാണ് അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സർ. സോ അമ്മയുടെ സ്നേഹം പല രൂപത്തിലായിരിക്കാം. അമ്മ പല രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിക്കും. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ആ രൂപത്തിലാണ് കിട്ടിയത്. പിന്നെ എൻ്റെ ഭാര്യയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ വഴക്ക് ഇല്ല, ഒരു ദിവസം വഴക്കുണ്ടാവാറില്ല. നിങ്ങളത് അങ്ങനെ ചോദിച്ചത്. ഞങ്ങൾക്ക് നോക്കൂ, ഞങ്ങൾക്കിടയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ സമ്മതിക്കാറുണ്ട്. അതൊക്കെ ഇവർ മനസ്സിലാക്കാറുമുണ്ട്. പിന്നെന്താ പ്രശ്നം? എല്ലാ പ്രോബ്ലങ്ങളും അതിലൂടെ സോൾവ് ആകുമല്ലോ. തെറ്റെപ്പോഴും നിങ്ങളാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരാൾ മാത്രമേ തെറ്റ് ചെയ്യാറുള്ളൂ. നോ കമന്റ്സ്. നോക്കൂ, ജീവിതത്തിൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു മന്ത്രമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും. അതെന്താണെന്നാൽ ഹാപ്പി വൈഫ് ഈസ് ഹാപ്പി ലൈഫ്. ഭാര്യ സന്തോഷവതിയാണെങ്കിൽ ജീവിതവും സന്തോഷപൂർണ്ണമായിരിക്കും. എൻ്റെ ഭാര്യയെ ഞാൻ എപ്പോഴും സന്തോഷപൂർണ്ണമായിട്ട് തന്നെ നിലനിർത്തും. ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കണം. ആരോപണവും ഇപ്പം എനിക്ക് നേരെയുണ്ട്. അതായത് കൂടുതൽ സമയം ഭാര്യയുടെ കൂടെ ചെലവഴിക്കുന്നു, ജോലി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്. വേറെ ആരുടെയും ഭാര്യയുടെ കൂടെ അല്ലല്ലോ ചെലവഴിക്കുന്നത്. പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, നിങ്ങളും കേട്ടിരിക്കും. അതായത് क्या शरीफ शख्स है बीवी से प्यार करता है, क्या शरीफ शख्स है बीवी से प्यार करता है, उस पर कमाल देखिए कि अपनी से प्यार करता है. ഞാൻ എൻ്റെ പക്ഷേ ഭാര്യയെ ഒന്നുണ്ട്. എല്ലാ കാലവും സ്നേഹിക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാവേ. എത്ര പേർക്ക് എന്നെ വർഷങ്ങളായിട്ട് അറിയുവോ? എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും ഞാൻ എങ്ങനെയാണോ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ മാത്രമേ ആക്ടിങ് ചെയ്യാറുള്ളൂ, അതായത് സെറ്റിലിരിക്കുമ്പോൾ. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്കെല്ലാം അറിയാം, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് തുറന്നു പറഞ്ഞിരിക്കും. ദേഷ്യമായാലും സന്തോഷമായാലും കരച്ചിലായാലും. ദൈവം എനിക്ക് ഫിൽട്ടർ ഒന്നും തന്നിട്ടില്ലല്ലോ, ജെനുവൻലി. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് നടക്കുമെന്ന്. ഞാൻ എൻ്റെ ശീലങ്ങളൊക്കെ മാറ്റണോ, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണോ, ഇദ്ദേഹത്തിനും ചിലപ്പോൾ തോന്നാം, എനിക്കും ചിലപ്പോൾ തോന്നാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടോ,
ഹീസ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്. ഞാൻ ഒരു വലിയ ഡ്രാമ ക്യൂനാണെന്ന് വേണേ പറയാം. എന്റെ ഇമോഷൻസ് പെട്ടെന്ന് വെളിയിൽ വരും. അത് കരച്ചിലായാലും സന്തോഷമായാലും എന്തായാലും. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇദ്ദേഹം ഒരിക്കലും നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയില്ല. എന്നാലും ഞാനിത് പറഞ്ഞേ മതിയാവും. ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ എന്നെ ഒരു നല്ല മനുഷ്യ സ്ത്രീയായി മാറ്റിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. ഇദ്ദേഹം എന്നെ മാറ്റിയതുപോലെ. മാത്രമല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഫുൾ ഫ്രീഡം തരും. ഹീസ് ജസ്റ്റ് ദ ഡ്രീം ഹസ്ബൻഡ് ദാറ്റ് എവരി ഗേൾ വാണ്ട്സ്. താങ്കൾ വളരെ സാർ, നന്നായിട്ട് പറഞ്ഞിരിക്കുന്നു. സാർ, താങ്കൾ ഇവരെന്നെ ഇത്രയ്ക്കും പ്രശംസിച്ച ശേഷം ഞാൻ ഇവരെ തിരിച്ച് പ്രശംസിച്ചില്ലെങ്കിൽ ശരിയാവില്ല നോ സാർ. നോ അതുകൊണ്ട് നോ ഞാനും നോ, അതിന്റെ പ്രശംസിക്കാം. ഒന്നും ആവശ്യമില്ല. അതായത് ഇവർ എത്തരത്തിലുള്ള ലോകത്തിൽ നിന്നാണ് വന്നതെന്നാൽ വളരെ പ്രശസ്തികളുള്ള ഒരു ലോകം, ഒരുപാട് തിളക്കമുള്ള ഒരു ലോകം, വലിയ സ്റ്റാർഡമുള്ള ഒരു ലോകം. രാഷ്ട്രീയ നേതാക്കളെക്കാളും സ്റ്റാർഡം ഇവർക്കുണ്ടല്ലോ. ഒരു വലിയ സ്റ്റാർ ലോകത്തിൽ നിന്ന് വന്നവരാണിവർ. പക്ഷെ ആ ലോകത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് ഇവരുടെ ലോകത്ത് അവരൊരു സിംഹമായിരിക്കാം അല്ലേ? പക്ഷേ അവർ ആ ലോകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട്, അതായത് എല്ലാവരും പറയാറില്ലേ ഒരു ഹമ്പിൾ, സിമ്പിൾ, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ടാവുമെന്ന്. അതാണ് ഇവരുടെ ശരിക്കുമുള്ള ക്യാരക്ടർ. ഞാൻ ഈ കാര്യം ഇവരോട് 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. ഇവര് ജനിച്ചതും വളർന്നതും ഒക്കെ അംബാലയിലാണ്. യു കനോട്ട് ടേക്ക് പരിണിതി ഔട്ട് ഓഫ് അംബാല ആൻഡ് യു കാൻ ടേക്ക് അംബാല ഔട്ട് ഓഫ് പരിണിതി. ഇവർ അംബാലയിൽ നിന്ന് പുറത്തു വന്നിരിക്കാം, പക്ഷേ അംബാലയുടെ ആ ഒരു സിംപ്ലിസിറ്റി ഇവർക്കുള്ളിലുണ്ട്. ഇവരുടെ ആ ഒരു നേച്ചർ ഇവർക്കുള്ളിൽ നിന്നൊരിക്കലും പുറത്താക്കാൻ പറ്റില്ല. ഞാനത് കണ്ട് അനുഭവിച്ചവനാണ്. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യം ചെയ്തവനാണ്. അതായത് ഇവരെ കല്യാണം കഴിക്കാൻ പറ്റിയത്. രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഓഫ് കോഴ്സ് താങ്കൾക്കറിയാം ഞങ്ങളുടേതൊരു ലോങ് ഡിസ്റ്റൻസ് കല്യാണമായിരുന്നു എന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ രാഘവാണെങ്കിൽ പഞ്ചാബിലെ ഡൽഹിയിലായിരുന്നു. ഇതുപോലുള്ള സമയത്ത് ഞങ്ങൾക്ക് നിറയെ യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. സോ ഞങ്ങൾ എപ്പോൾ ഒന്നിച്ചിരുന്നാലും ഞങ്ങൾ ഫാമിലിയുടെ കൂടെ ഇരിക്കാറുള്ളൂ. ഞങ്ങൾ എപ്പോഴും ഫാമിലിയുടെ കൂടെയാണ് സമയം ചിലവഴിക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എങ്ങും ഡേറ്റിങ്ങിന് പോയിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് രാഷ്ട്രീയവും വേറെ ഒരു ജോലിയും കൊണ്ടുവരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തും. ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി വളരെ സിമ്പിളുമാണ്, സിമിലറുമാണ്. സോ 2 ഫാമിലി എപ്പോഴും ഒന്നിച്ചുണ്ടാവും, സന്തോഷമായിട്ടിരിക്കും. ഐ ഹോപ്പ് അത് നിങ്ങൾ മാറാനേ വളരെ പാടില്ല. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. യങ് കപ്പിൾസിന് നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളിൽ. ഞാൻ നിങ്ങളുടെ മേലുള്ള കുറ്റാരോപണങ്ങൾ നിർത്തുകയാണ്. ഓ യെസ്.